വെൽക്കം ബാക്ക് ഗൈസ്. ഇവന്മാരെ കൊണ്ടൊരു സൗകര്യമില്ല. എവിടെ നോക്കിയാലും ഓരോ വിഡ്ഢികൾ ഇങ്ങനെ വന്നുകാണ്ട് കാണാ 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 കാണാന്ന് പറഞ്ഞുകൊണ്ട് വെറുപ്പിക്കുക. നമുക്ക് ഓരോന്ന് നോക്കി നോക്കാം. ആദ്യം ഒരു രണ്ട് അപരാധങ്ങൾ ഒരു കുടക്കീയിൽ എന്ന് പറഞ്ഞ മാതിരി ഐറ്റങ്ങളൊന്ന് കാണിച്ചു തരാം. Egg eating challenge. ഇതാ ജോമു, Thank you. കള്ളക്കളി കളിക്കരുത്, സത്യസന്ധമായിട്ടേ കളിക്കാവൂ. ഞാനോ കള്ളക്കളിയോ ചുമ്മാ അനാവശ്യം പറയും. എന്നാ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഞാനേ ജയിക്കൂ. ഞാൻ കാണിച്ചു തരാം. കാണാം. ജോമു, നീ സത്യസന്ധമായിട്ട് കളിച്ചോ. മുട്ട എന്നത് മുട്ട കണ്ട എന്തിനുണ്ടായിരുന്നില്ലേ? മുട്ട തരുന്ന ഇവിടെ കണ്ടകള് എങ്ങനെങ്കിലൊക്കെ നാലാള് ട്രോളിയിട്ടാണെങ്കിലും വീഡിയോ റീച്ച് ഉണ്ടാക്കുക. ഇതാണ് ഉദ്ദേശം. പൊട്ടത്തരങ്ങൾ അങ്ങനെ ഇരുന്ന് ചെയ്യുന്നെ. ഇവര് അപരാധങ്ങളെ കൊണ്ട് തുറക്കാൻ കഴിയില്ല ഇൻസ്റ്റഗ്രാം. കുറെ കാലം ആറാട്ടണ്ണൻ്റെ ഉണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട്. ആറാട്ടണ്ണനൊക്കെ മാസം വന്നിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എവിടെ പോയി? നിന്റെ വായിലുണ്ടാ? അയ്യോ കോമാളിത്തരം കാട്ടി എങ്ങനെങ്കിലൊക്കെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ള ഇത്. പക്ഷെ കുറെ ആൾക്കാർ ഇത് കണ്ടിരിക്കാനും ഇത് ആൾക്കാരെടുത്ത് ട്രോളാനും അതിനൊക്കെ ബാക്കിയുള്ളവർ നിൽക്കണോണ്ട് ഇങ്ങനത്തെ ഒരു വളർച്ചയാണ്. ഈ വളർച്ച വളർന്ന് അവസാനം ഞമ്മക്കെന്നെ ഒരു തലവേദന ആകുമ്പോൾ അപ്പോഴേ എല്ലാവരും ഇതിൻ്റെ ഒരു വെറുപ്പ് മനസ്സിലാവുള്ളൂ. അല്ലാതെ വരെ ഇതിങ്ങനെ ആദ്യമൊക്കെ നമുക്കൊരു ആരേകാരം ഇതിങ്ങനെ കണ്ടിരിക്കാൻ കുറേ മൊയന്താളെ പൊട്ടത്തരം കാണാൻ. പക്ഷേ ഇങ്ങനത്തെ മൊയന്താളെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നല്ലോണം കൂടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ഇതിലേക്ക് കോമാളിത്തരത്തിനായിട്ട് വരുന്നുണ്ട്. കണ്ടിരിക്കാൻ പറ്റില്ല. ഇവരെ തന്നെ വേറെ സാധനം ഉണ്ട്, അത് കണ്ടുനോക്കുക. ഗൈസ് ശേഷിയോടെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് പോയി പ്രാങ്ക് ചെയ്യാം. വാ 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 വാ. എന്തോ ജോമു, എന്തോ ജോമു കാണിച്ചു തരാമേ ഞാൻ. ഗൈസ്, ജോമു കുറച്ചു നേരമായിട്ട് എന്നെ പ്രാങ്ക് ചെയ്യാനുണ്ട്. നമുക്ക് പോയി തിരിച്ച് പ്രാങ്ക് ചെയ്യാം. കാണിച്ചു തരാം. ജോമു ഒഴിക്കട്ടാ? നിനക്ക് ഒഴിക്കണോ? എങ്കിൽ ഒഴിച്ചോ. സർപ്രൈസ് ആയോനെ. അയ്യോ അയ്യോ അയ്യോ, എന്തിനിത് ഇല്ല വാഞ്ചന ഉറപ്പിക്കാൻ. പിന്നെ ഈ ചോക്ലേറ്റ് അത്ര ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ ഈ ട്രെൻഡ് കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾ ഈ ചോക്ലേറ്റ് കഴിച്ചിട്ടില്ല. അപ്പൊ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വാങ്ങിച്ചതാണ്. ഇത് 100 ഗ്രാമിന് 800 രൂപയാണ്. നല്ല പ്രീമിയം പാക്കിംഗ് ഒക്കെ ആണല്ലേ. അവൻ കാണിച്ചത് ഇതിന്റെ വരയൊക്കെ ഇട്ടേക്കുന്നു. ഒരെണ്ണം പൊട്ടിച്ച് നടക്കുന്ന കാണിച്ചേ. ഓക്കെ, ഒന്ന് കഴിച്ചു നോക്ക്. ഇതിന്റെ ഹൈപ്പിനനുസരിച്ചും വിലക്കനുസരിച്ചും ഉണ്ടോ അതൊന്ന് വായന ഇറക്കിയിട്ട് പറയും. സംശയമാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എവിടെയോ വെജിറ്റബിൾ ഓയിൽ പറയുന്നുണ്ട്, അതായത് പാം ഓയിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത്ര പ്രീമിയം ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണോ എന്നുള്ളതിൽ എനിക്ക് വിശ്വാസക്കുറവുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇവർക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും, നല്ല ചെലവ് വരുന്നുണ്ടാവും. പക്ഷെ എന്നാലും 800 രൂപയ്ക്കുള്ള സാധനം ഉണ്ടോ എന്നുള്ള ചോദ്യം ഒരു ചോദ്യചിഹ്നം തന്നെയായിട്ട് നിൽക്കുവാണ്. അതുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഓവർ ഹൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. സാധനം നല്ലതാണ്, പക്ഷെ ഈ ഓവർ ഹൈപ്പ് ചെയ്തിരിക്കുന്ന കാരണം തന്നെ നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യും. ഇവന്മാർക്ക് കിട്ടിയാലും പഠിക്കാത്ത കുറച്ച് ടീമാണ് ഇവര്. എങ്ങനെങ്കിലൊക്കെ നാലാൾ ഊക്കിയാൽ മതി എന്നുള്ളതായിരിക്കണം തോന്നുന്നു. ഇവൻ ക്ലീനിങ് പരിപാടി നിർത്തിക്കണമെന്നാണ് തോന്നുന്നു. ഇവൻ ഊക്കലിൻ്റെ എന്തോ പരിപാടി, മേടിക്കണം എന്തോ പരിപാടിയാണ് ഇപ്പോൾ ചെയ്യണമെന്ന് തോന്നുന്നു. വില കൂടുതലുള്ള സാധനങ്ങളാണെങ്കിൽ വാങ്ങണ്ട, വല്ല മഞ്ച് വാങ്ങി തിന്നാ പോരെ. ഇത് തിന്നും വേണം, അതിന് കൊണാന്നല്ലാണ്ട് നെഗറ്റീവും പറയണം. എന്ത് സ്വഭാവമാണ് കാണുന്നതേ ദേഷ്യം പിടിക്കുന്നത് ചങ്ങനെ. ഇനി 2 കൂട്ടിലെ കോയിനെ കാണിച്ചു തരാം. കണ്ടിക്കാൻ കഴിയില്ലോ. ഈ മരം കൊത്തിമോറനൊക്കെ പല്ല് വെപ്പ് പല്ലെന്താണ് പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടാക്കണം. കോമാളികൾ വളർത്താതെക്കുക. ഇമാര് കോമാളികൾക്ക് അവസരം കൊടുക്കാതെക്കുക. അങ്ങപ്പോ താനെ നന്നായിക്കോളും, നല്ല എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോളും. ഒന്നും ഇത്രത്തോളം പൊട്ടത്തരം നല്ലേനോ. അപ്പൊ പൊട്ടത്തരം എങ്ങനെ പൊട്ടത്തരം ചെയ്യാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് പൊട്ടത്തരം ചെയ്യാം. ഇതെത്താപത് പോവാൻ്റെ കോലം. ഇത് ഈ പൊട്ടന്മാരായിട്ടൊന്നല്ല അവന്മാര്, പൊട്ടന്മാരായിട്ട് അഭിനയിക്കണം. അതിന് വേണ്ടിയിട്ട് നടക്കാണ്.
അലൻ ജോസ് പെരയെ കൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണം? ആ. ഒരു വിവരവും ഇല്ല, ഒരു ശുദ്ധ കോമാത്രം കാണിക്കുന്ന ഒരു ബഫൂൺ. എന്ത് കോൺട്രിബ്യൂഷനാണ് അലൻ ജോസ് പെരേ മലയാളികൾക്ക് വേണ്ടി ചെയ്യുന്നത്? എന്താണ് ഇങ്ങോട്ട് ഗുണമുള്ളത്? താങ്കളെ കൊണ്ട് എന്ത് ഗുണമാണുള്ളത് ഞാൻ കാണിച്ചു തരാം. താങ്കളെ കൊണ്ടുള്ള ഗുണം നമുക്ക് അവസാനം നമ്മളെ തൊരപ്പൻ ആധാറാട്ടണ്ണൻ്റെ ഒരു കോമാളിത്തരം കൂടി കണ്ടിട്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. തോന്നുന്നു എക്സ്ട്രാഷൻ ഹോട്ടാണ്, സെക്സിയാണ്, അടിപൊളിയാണ്. അമലാഷ്ട പോലെ തോന്നുന്നു. കോമാളികളെ കൊണ്ട് സൗകര്യമില്ലാതായിക്കണോ. നമുക്ക് എന്തായാലും അടുത്ത വിഡ്ഢികളെ വെച്ചിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ വെക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.